അകക്കണ്ണിന്റെ കാഴ്ചയിൽ പഠനത്തിലും കലയിലും ഒരേപോലെ കഴിവ് തെളിയിക്കുകയാണ് അംന ഫാത്തിമ എന്ന 7ാം ക്ലാസ്സുകാരി. ഉലകിലെ കതിരോന്മ ശങ്കിടുന്നൊളിയായി അരികോറും കരിവുകിൽ കനത്ത പൊൽനീലയായി യേശത്തിൽ സിദ്ധിക്കുമൻ അലിപൊലി കലിയായി. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ SRV UP സ്കൂൾ വിദ്യാർത്ഥിനിയായ അംന ജന്മനാലുള്ള കാഴ്ച പരിമിതിയെ തന്റെ കഴിവുകൾ കൊണ്ട് തോൽപ്പിച്ചു. ചന്ദ്രാപിന്നി സ്വദേശി അറയ്ക്ക വീട്ടിൽ നവാസ് ഷെറീന ദമ്പതികളുടെ 4 മക്കളിൽ ഇളയവളായ അംനയ്ക്ക് ജന്മനാൽ തന്നെ വലത് കണ്ണിന്റെ പൂർണ്ണമായും ഇടതുകണ്ണിന്റെ 80% കാഴ്ചശക്തി നഷ്ടമായിരുന്നു. നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം. വിധിക്ക് മുന്നിൽ തളരാൻ പക്ഷേ അംനയുടെ മനസ്സ് തയ്യാറായില്ല, ഒപ്പം രക്ഷിതാക്കളും. ചെറിയ ക്ലാസ് മുതൽ തന്നെ അംന പഠനത്തിൽ മികവ് കാണിച്ചു തുടങ്ങിയിരുന്നു. അധ്യാപകർ അടുത്തിരുന്ന് പാഠഭാഗങ്ങൾ ഒരു തവണ വായിച്ചു കേൾപ്പിച്ചാൽ മതി. അതിലെ ഏത് ചോദ്യത്തിനും അംന തെറ്റാതെ ഉത്തരം പറയും. പുസ്തകങ്ങൾ കണ്ണിനോട് ചേർത്തു വെച്ചാൽ അപൂർണമായി വായിക്കാൻ കഴിയുമെന്നായതോടെ അക്ഷരങ്ങളോടും പതിയെ അംന കൂട്ടുകൂടി. പുസ്തകങ്ങളിലും മറ്റും വലിയ അക്ഷരത്തിൽ എഴുതാൻ അംന അതെല്ലാം കുറച്ചു സമയമെടുത്തായാലും വായിക്കും. കയ്പമംഗലം കൂരിക്കുഴി GLP സ്കൂളിൽ നിന്ന് 5ാം ക്ലാസ്സിലാണ് ചന്ദ്രാപിന്നി SRV UP സ്കൂളിലേക്ക് അംന എത്തുന്നത്. അംനയിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ പ്രധാനാധ്യാപിക ആശ ടീച്ചറും മറ്റധ്യാപകരും പൂർണ്ണ പിന്തുണയുമായി ഒപ്പം കൂടി. എൻ്റെ വിദ്യാലയത്തിലെ 7ാം തരത്തിൽ പഠിക്കുന്ന കുട്ടിയാണത്, അംന ഫാത്തിമ. നമ്മുടെ വിദ്യാലയത്തിൽ ഈ കുട്ടി എത്തുന്നത് 5ാം തരത്തിലാണ്. പക്ഷേ ഈ കുട്ടിയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ 2 കണ്ണിനും കാഴ്ചയില്ല എന്നുള്ളതാണ്. എന്നാൽ പൂർണ്ണമായിട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ നിഴൽ മാത്രം, ഒരു കണ്ണിന് മാത്രം ചെറുതായിട്ട് കാണാം എന്നാണ് ആ കുട്ടി പറയുന്നത്. അത് എങ്ങനെ കാണുന്നതൊക്കെ തന്നെ നമ്മൾ പുസ്തകമാണെങ്കിൽ വളരെ ക്ലോസ് ചെയ്ത് കണ്ണിനോട് ചേർത്ത് പിടിച്ചാൽ മാത്രമേ ആ കുട്ടിക്ക് അത് കാണാൻ പറ്റുള്ളൂ. അത് ഒരു കണ്ണിനാണ് പറയുന്നത്, കണ്ണിന് ചെറിയൊരു നിഴൽ പോലെ. 2 കണ്ണും മാറ്റി വെക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കണ്ണുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ലാത്തതിനാലാണ് നമ്മൾ കണ്ണ് മാറ്റിക്കൽ സർജറി നടത്താത്തതെന്നാണ് രക്ഷിതാക്കൾ പറഞ്ഞത്. ഇപ്പോഴും അത് ലഭ്യമാണെങ്കിൽ നമ്മളത് മാറ്റിവെച്ച് അവൾക്ക് കാഴ്ച കിട്ടാനായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ സജീവ സാന്നിധ്യമാണിപ്പോൾ ഈ മിടുക്കി. ചിത്രരചനയിൽ താല്പര്യമുണ്ടെങ്കിലും പാട്ടിനോടാണ് അംനയ്ക്ക് കൂടുതൽ ഇഷ്ടം. നന്നായി പാടുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുകൂടാതെ അവൾ ചിത്രം വരയ്ക്കും. ഇപ്പോൾ ഈ കുട്ടിക്ക് ചിത്രം വരയ്ക്കാന്ന് നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് വരയ്ക്കാമെന്ന്. അത് ഈ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ നിഴൽ വെച്ചിട്ട് ആ കുട്ടിക്ക് മുഴുവൻ കണ്ടിട്ടൊന്നും അല്ലെങ്കിൽ പോലും അവളുടെ ഭാവനയിലുള്ള ആ ഇത് വെച്ചിട്ടാണ് അവൾ മുഴുവൻ ചിത്രങ്ങളും വരയ്ക്കുന്നത്. ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഈ കുട്ടി. അപ്പോൾ അതൊക്കെ ഒരു വലിയ സംഭവമാണ്. പക്ഷേ പഠനത്തിലും ഈ കുട്ടി മുൻപന്തിയിലാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. പഠനത്തിൽ നമ്മൾ പറഞ്ഞു 5ാം ക്ലാസ്സിൽ വരുമ്പോൾ ഈ കുട്ടി അക്ഷരങ്ങൾ ചിലതൊക്കെ കാണാൻ തിരിച്ചറിയാമെന്നല്ലാതെ മുഴുവനൊന്നും തുടർന്ന് വായിക്കാനുള്ള ശേഷി ആയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിന്ന് കുറച്ച് സമയം. കാരണം ഈ കുട്ടി ഒരു സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കേണ്ട കുട്ടിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് വേണ്ടത് ഒന്നുകിൽ ബ്രെയിലി ലിപി അറിയുന്ന ആരെങ്കിലും വേണം. നമ്മുടെ വിദ്യാലയങ്ങളിലൊന്നും തന്നെ അതില്ല. അതുപോലെ VRC നമുക്ക് അത്തരത്തിലുള്ള ഒരു അധ്യാപനം കിട്ടാനില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ അധ്യാപകർ ചാർട്ടിലോ അല്ലെങ്കിൽ പുസ്തകത്തിൽ തന്നെ മാർക്കറുണ്ട്, കളർഫുൾ ആയിട്ടുള്ള മാർക്കർ കൊണ്ട് വലിയ അക്ഷരത്തിൽ ഏറ്റവും വലുതായിട്ട് ഓരോ അക്ഷരവും എഴുതി ആ കുട്ടീനെ പഠിപ്പിച്ചു. ഇപ്പോൾ ആ കുട്ടി അത് വായിച്ച് നന്നായിട്ട് ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കും, മലയാളം നന്നായിട്ട് വായിക്കും. എന്തുതന്നെയാലും ഞങ്ങൾക്ക് നമ്മുടെ ഈ കുട്ടീനെ കിട്ടിയതിൽ വളരെയധികം സന്തോഷം, അഭിമാനമുണ്ട്. നമ്മുടെ കലോത്സവത്തിൽ നമ്മൾ ഇപ്രാവശ്യം മാപ്പിളപ്പാട്ട്, സംഘഗാനം, ദേശഭക്തി ഗാനത്തിലൊക്കെ അംനക്കുട്ടി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒക്കെ A ഗ്രേഡുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത 3 ഇനങ്ങളിലും അംന A ഗ്രേഡും സ്വന്തമാക്കി. ഭാവിയിൽ മികച്ചൊരു ഗായികയാകണമെന്നാണ് അംനയുടെ ആഗ്രഹം. കാലം കഥ പറയും കനകനാളം പ്രഭചൊരിയും ചമതകൾ എരിയുമേ സ്മരണതൻ തൊടികളിൽ തടിനികൾ അലസമനുദിനവും ഒഴുകുമേ ഹൃദയമാം
വരുവേ